എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് ഇന്നൊരു കുൽഫി ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് കുൽഫി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പശുവിൻ്റെ പാലാണ്. ഓക്കെ. പിന്നെ വേണ്ടത് ബ്രെഡ് ഞാനിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേണ്ടത് നമുക്ക് പിസ്ത പൊടിച്ചതാണത്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിസ്ത എന്ന് പറയണത് ഇതാണ്. അറിയാത്തവർക്ക് കാണിച്ചു തന്നാണ്. ഇതിൻ്റെ ഞാൻ ഈ തോലൊക്കെ കളഞ്ഞിട്ട്, അതിൻ്റെ തോടാണിത് കേട്ടോ. ഇത് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായും പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ഏലക്കായുടെ പൊടി ആവശ്യമാണ്. അപ്പോൾ ഏലക്കായ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടാനായിട്ട് ഞാൻ ഈ പഞ്ചസാരയും ഏലക്കായും കൂടെ, ഏലക്കായുടെ സീഡ്സും കൂടെ നമ്മുടെ പൊടിക്കണ ജാറിലെ മിക്സിയുടെ അതിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ പൊടിഞ്ഞു കിട്ടി. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റും ഷുഗറിൻ്റെ ടേസ്റ്റും കൂടെ ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കുൽഫി ഉണ്ടാക്കാനായിട്ട് വേണ്ട. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിന് നമുക്ക് ഇതിൻ്റെ ഈ അരികൊക്കെ, ഈ സൈഡിലുള്ളതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പം ഞാൻ ബ്രെഡിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ബ്രെഡിൻ്റെ പൊടിയാക്കി എടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ബ്രെഡ് എടുത്തു വച്ചിട്ടില്ലേ, ബ്രെഡ് പൊടിച്ചത്, അത് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് കുറച്ച് നേരം അങ്ങനെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചത് അത് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു 1 മിനിറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തു 1 മിനിറ്റ്. ഇനി അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഈ പിസ്ത പൊടിച്ചത്. അത് അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അത് ശ്രദ്ധിക്കുക. പരുവാവണം കേട്ടോ. അതേ കണ്ടില്ലേ, നന്നായിട്ട് ഒരു 1 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കുൽഫി ഉണ്ടാക്കാനായിട്ട് മോൾഡൊന്നും വേണ്ട. അപ്പോൾ അതിന് ഞാൻ സാധാരണ സ്റ്റീൽ ഗ്ലാസ്, ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുത്തിരിക്കുന്നുണ്ട്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഐസ്ക്രീം സ്റ്റിക്ക്. ഇതിനധികം വിലയൊന്നുമില്ല. ഇത് കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഐസ്ക്രീം സ്റ്റിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും. 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 3 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഞാൻ. റബ്ബർ ബാൻഡ്. പിന്നെ 3 ഫോയിൽ പേപ്പർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ 3 എണ്ണം. അപ്പോൾ ഇത്രയാണ് നമുക്കിനി വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് ആക്കാൻ പോവാണ്. മൂന്ന് ഗ്ലാസ്സിലേക്കും നമുക്ക് സെർവ് ചെയ്ത് വെക്കാം. ഞാൻ 3 ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലേ, ഫോയിൽ പേപ്പർ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട്
ഈ റബ്ബർ ബാൻഡ് ഇതിൻ്റെ മേലെ ഇടുക. ഇതാ ഇതുപോലെ. ഓക്കെ, അങ്ങനെ ഇത് 3 ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടില്ലേ, ഇതുപോലെ വെച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നടുക്കായിട്ട് ഇതുകൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇപ്പോൾ 3 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് 3 നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കാം. ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ഒരു നൈറ്റ് ഫുള്ള് ഇങ്ങനെ ഇരിക്കട്ടെ. ഫുള്ള് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് പിറ്റേ ദിവസം രാവിലെ നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇത് 3 ഫുൾ നൈറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ഫുൾ നൈറ്റ് ഇരുന്നതാണ്. ഞാൻ ഫുൾ നൈറ്റ് വെച്ചിരുന്നു ഫ്രീസറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനത് 3 എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഇനി നമുക്കിതാ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് അത് എടുക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് നേരം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെക്കുക. ഇനി നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. റബ്ബർ ബാൻഡ് ഊരിയിട്ട് പതുക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്? നല്ല അടിപൊളിയായിട്ടുള്ള കുൽഫി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് കുൽഫി മോൾഡ് അങ്ങനെയൊന്നും വേണമെന്ന് ആവശ്യമില്ല. നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ് മതി. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു എപ്പിസോഡിൽ വേറൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.